ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇഞ്ചി, അതായത് ജിഞ്ചറിൽ ഇംഗ്ലീഷിൽ പറയുന്ന ജിഞ്ചർ, അതിന് നമുക്ക് സിഞ്ചിബർ ഒഫിഷ്യനൈൽ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. സിഞ്ചിബറേസി ഫാമിലിയാണ്. നമ്മൾ സംസ്കൃതത്തിൽ ആർദ്രകം എന്ന് വിളിക്കുന്നു. ഇത് തന്നെ ഉണക്കിയാൽ, ഒരു പ്രോസസ്സ് ചെയ്ത് ഉണക്കിയെടുക്കുന്നതാണ് ചുക്ക്. അതിന് നാഗരം എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ അടുക്കളകളിലൊരു അവിഭാജ്യ ഘടകമാണ് ഇഞ്ചിയും ചുക്കും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേക ഗുണങ്ങൾ പറയാം, നമുക്ക് ഏതേത് അവസ്ഥകളിൽ ഇതൊക്കെ ഉപയോഗിക്കാം എന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. പതിപോലെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ഇഞ്ചിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെസ്റ്റിലുണ്ടാകുന്ന, നെഞ്ചിലുണ്ടാകുന്ന കഫക്കെട്ടും അതുപോലെ ആമാശയത്തിലുണ്ടാകുന്ന കഫക്കെട്ടിനെയും ദഹിപ്പിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും, അതായത് ആമത്ത് ദഹിപ്പിക്കുക, ആമാവസ്ഥ ഇല്ലാതാക്കുന്നു, കഫത്തെ ക്ഷയിപ്പിക്കുന്നു, അഗ്നിക്ക് ദീപനം ഉണ്ടാക്കുന്നു, കഫം കൊണ്ടുണ്ടാകുന്ന ചുമയും കഫക്കെട്ടും അങ്ങനത്തെ ആസ്മ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, സൈനസൈറ്റിസ്, തുമ്മൽ, ചീറ്റൽ, ഇത്തരം സംഗതികളിലൊക്കെ ഈ ചുക്കിനും ഇഞ്ചിക്കും പ്രാധാന്യമുണ്ട്. അത് ഏതേത് അവസ്ഥകളിലാണ് പ്രയോഗിക്കുക, എങ്ങനെ പ്രയോഗിക്കുക എന്ന് പറയാൻ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ അതായത് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ പലപ്പോഴും പല സംഗതികളും നിർദ്ദേശിക്കുമ്പോൾ ഈ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അഗ്നിമാന്ദ്യം ഇല്ലാതെ, ദഹനശക്തി ഇല്ലാതെ, നമ്മുടെ ദഹനശക്തി കുറഞ്ഞ് ശരീരത്തിൽ കഫം വർദ്ധിച്ച് അത് നെഞ്ചിലും അല്ലെങ്കിൽ ആമാശയത്തിലും കഫക്കെട്ട് ഉണ്ടാക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ വിശപ്പില്ലായ്മ ഉണ്ടാവുന്നതും ദഹനക്കേട് ഉണ്ടാവുന്നതും അതുവഴി ആമാവസ്ഥ വർദ്ധിച്ച് മറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് മറ്റ് രോഗാവസ്ഥകളിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ നെഞ്ചിൽ കഫക്കെട്ട് കൂടിയിട്ടാണ് ഈ ചുമ, അതുപോലെ ശിരസിൽ കഫക്കെട്ട് കൂടുമ്പോഴാണ് തുമ്മൽ, ജലദോഷം ഒക്കെ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് സിറ്റുവേഷനിൽ, ഈ പോസ്റ്റ് കോവിഡ് കെയറിന് വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും തന്നെ ഈ കഫക്കെട്ട്, കിതപ്പ്, ദഹനക്കുറവ്, അതുപോലെ ഗ്യാസ്, ഏമ്പക്കം, അതുപോലെ ധാരാളം കഫം വായിലേക്ക് തെളിഞ്ഞു വരിക, ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. നീരിളക്കം, തൊണ്ടയിൽ കഫം അല്ലെങ്കിൽ ശിരസിൽ കഫം, ഇതെല്ലാ കോവിഡ് പേഷ്യൻസും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിഷയത്തിൽ ഇതിന് ചുക്കിന് അല്ലെങ്കിൽ ഇഞ്ചിക്ക് ഇത്ര പ്രാധാന്യം. അപ്പോൾ ഈ ഇഞ്ചിയും ചുക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് ചുക്ക്. പക്ഷേ ഇഞ്ചിയുടെ ഗുണങ്ങൾ, ആർദ്രകം എന്ന് വിളിക്കുന്ന ഇഞ്ചിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂക്ഷ ഗുണമാണ്, അതുപോലെ ഉഷ്ണവീര്യമാണ്. എന്നാൽ ചുക്ക് സ്നിഗ്ധ ഗുണമാണ്, ഉഷ്ണവീര്യമാണ്, സ്നിഗ്ധതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കണ്ടീഷനിലാണ് ഉപയോഗിക്കുക. ഒരുപാട് ഔഷധങ്ങൾ ചേരുന്നുണ്ട്, ഒട്ടുമിക്ക ഔഷധങ്ങളും ചേരുന്ന ഒരു പ്രധാന ഘടകമാണ് ചുക്ക്. ചുക്കില്ലാത്ത കഷായമില്ലല്ലോ എന്നൊക്കെ ഒരു നാട്ടിലൊരു ചൊല്ലില്ലേ, അതായത് എല്ലാ സംഗതികളിലും ഉണ്ടാവുന്ന അർത്ഥം. ചുക്കില്ലാതെ കഷായം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ഔഷധങ്ങളിലും ഇത് ആവശ്യമുള്ളൊരു ഘടകമാണ്. അത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ പ്രധാനമായിട്ട് അമൃതോത്തരം കഷായം, നമുക്കിപ്പോൾ കാണുന്നൊരു പനിക്കോളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഈ വെട്ടുമാറൻ ഗുളിക, അതിന് മേമ്പൊടിയായിട്ട് ഇഞ്ചിനീര് വേണം. വെട്ടുമാറൻ ഗുളിക ഇഞ്ചിനീരും തേനും ചാലിച്ച് കൊടുക്കും. അതുപോലെ കഫക്കെട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചുക്കുംതിപ്പില്ലാതി ഗുളിക ഇഞ്ചിനീരും തേനും ചാലിച്ച് കൊടുക്കും. മനസ്സിലായോ? ഇനി വാദത്തിൻ്റെ വായു, ആമാശയത്തിൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക, ദഹനക്കേട് ഉണ്ടാവുക, ഭയങ്കരമായിട്ട് ഗ്യാസ് കാണുക, അപ്പോഴും നമ്മൾ ഇഞ്ചിനീര് എടുത്തിട്ട് അതിൽ സ്വല്പം ശർക്കര ചാലിച്ച് ചേർത്തിട്ട് കൊടുക്കും. പ്രമേഹമുള്ളവരാണ് ഈ ശർക്കര ഇച്ചിരി പുറകോട്ട് ഇടണം കേട്ടോ, ശർക്കര ചാലിച്ച് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ അഗ്നിക്ക് ദീപനം ഉണ്ടാക്കുന്നതിനും, ആ ദീപന ശക്തി വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജഠരാഗ്നിയുടെ പവർ വർദ്ധിക്കുന്നു, കഴിക്കുന്ന ആഹാരം പരിപൂർണമായിട്ട് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഇമ്മ്യൂണിറ്റി കുറവിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കൊളാപ്സ്ഡ് ആവുകയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ വീക്കാവുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണുക കഫക്കെട്ട് വരും. അപ്പോൾ ശിരസിനെ ആശ്രയിച്ചും നെഞ്ചിലും കഫക്കെട്ട് വരും. അപ്പോൾ തുമ്മലായി, ജലദോഷമായി, ചുമയായി, ആസ്മയുള്ളവർക്ക്, പ്രശ്നമുള്ളവർക്ക് അതായി വലിവ് പോലെ കിതപ്പ് വരുന്നു. അപ്പോഴത്തേനും നിങ്ങൾ ഉടനെ ഹാർട്ടിൻ്റെ സംശയങ്ങൾ വരുന്നു, അതിനു വേണ്ട ടെസ്റ്റുകൾ ചെയ്യുന്നു. ഇങ്ങനെ ആകെ അങ്കലാപ്പും ഓടി നടക്കലുമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മൂല കാരണം ആമാശയത്തിലുള്ള ജഠരാഗ്നിയുടെ മാന്ദ്യമാണ്. അതിനെ ശരിയാക്കാനായിട്ട് ഒന്നാന്തരം ഒരു ഔഷധമാണ്, അവിഭാജ്യ ഘടകമാണ്. അതിന് ഇഞ്ചി ഇല്ലാതെ പറ്റില്ല എന്ന് പറയാം. അതാണ് ഇഞ്ചി, ആർദ്രകം എന്ന് വിളിക്കുന്ന ഇഞ്ചി. ജിഞ്ചിബർ ഒഫിഷ്യനാലിസ് എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ജിഞ്ചിബറേസി ഫാമിലിയാണ്. ആർദ്രകം സംസ്കൃതം. ഉണക്കി ചുക്കാക്കി കഴിഞ്ഞാൽ, ഉണക്കുന്നതിന് ചില പ്രോസസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഉണക്കി ചുക്കായി കഴിഞ്ഞാൽ ഇതിനെ നാഗരം എന്ന് വിളിക്കുന്നു. അത് സ്നിഗ്ധമാണ്, ഉഷ്ണമാണ്. ആർദ്രകം രൂക്ഷമാണ്, ഉഷ്ണമാണ്. ഓക്കെ, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ ചുക്കുവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന്, ആഹാരത്തെ ദഹിപ്പിക്കുന്നതിന്, അഗ്നിമാന്ദ്യം ഉണ്ടാവും. നമ്മളെല്ലാവരും ഈ ഓവർ ഈറ്റിംഗ് ആണ്, എക്സസൈസ് കുറവാണ്. അതാണ് ഇപ്പോൾ താരതമ്യേന പണ്ട് കാലങ്ങളിൽ അപേക്ഷിച്ച് ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ വരാനുള്ള കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ചുക്കുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഇനി അല്പം ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഇച്ചിരി നെയ്യ് കൂട്ടി, അല്ലെങ്കിൽ ഒരു ഉഴുന്നുവട കഴിച്ചു, അപ്പോൾ
ഇത്തരം അവസ്ഥകളിലൊക്കെ നമ്മൾ ഇച്ചിരി ചുക്കുവെള്ളം ചൂടോടെ കുടിച്ചു നോക്കി. അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരോ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഐസ്ക്രീം വാങ്ങി അതിൻ്റെ പുറകെ കൂൾ ഡ്രിങ്ക്സ് കഴിക്കുന്നതിന് പകരം നല്ല ചൂടുള്ള ചുക്കുവെള്ളം കൊണ്ട് കുടിച്ചു നോക്കി. ആ ഒരു സുഖം ഒന്ന് വേറെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ നെയ്യിനെയൊക്കെ ലയിപ്പിച്ച് അതിനെ ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ആ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കും ചുക്കുവെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ അമൃതോത്തരം കഷായത്തിൽ പ്രധാന ഘടകമാണ് ചുക്ക്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ മേമ്പടിയായിട്ട് അതുപോലെ ഈ വെട്ടുമാറ ഗുളിക കൊടുക്കുമ്പോഴും ചുക്കുംതിപ്പില്ലാതി ഗുളിക കൊടുക്കുമ്പോൾ മേമ്പടിയായിട്ട് കൊടുക്കുന്നു പറഞ്ഞു. ഇനി നമുക്ക് ഈ നെഞ്ചിലൊക്കെ ഒരു കിതപ്പ് തോന്നി, ദഹനക്കേടുണ്ടായി, വായു വീർത്തു വന്നു, അപ്പോൾ ധന്വന്തരി ഗുളിക കൊടുക്കണമെങ്കിലും ഇഞ്ചിനീര് മേമ്പടി വേണം. ഓക്കെ. ഇനി നമുക്ക് പ്രസവരക്ഷ സമയത്ത് ചുക്കും ചക്കരയും കൂടി കൊടുക്കും. ചുക്കും ചക്കരയും കൂടി ഇടിച്ചു കൊടുക്കുന്ന പതിവുണ്ട്. അതെന്തിനാണെന്നറിയോ? ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് മൊത്തത്തിലൊരു വായുവിൻ്റെ കോപം കൊണ്ട് ഒരു ദഹന തകരാറും കഫം തെളിയിലും വിശപ്പില്ലായ്മയും ഒക്കെ ഉണ്ടാവാറുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ. അപ്പോൾ ഒരു 5 ദിവസമോ ഒരാഴ്ചയോ മറ്റ് പ്രസവരക്ഷാ മരുന്നുകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചുക്കും ചക്കരയും കൂടി ഇടിച്ച് ചേർത്തിട്ട് ഇടിച്ച് പൊടിച്ചത് അതിങ്ങനെ രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന് മുമ്പും ഇതാണ് അതിൻ്റെ ഒരു ഡോസ്. അതായത് അര ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ അത്രയേ ഉള്ളൂ. നമ്മൾ ഇഞ്ചിനീര് കൊടുക്കുമ്പോൾ 1 ടീസ്പൂണിൽ കൂടുതൽ ഒരു ദിവസം ഒരിക്കൽ പോലും ഒരു ടീസ്പൂണിൽ കൂടുതൽ കൊടുക്കുന്നത് അത്ര ആശാസ്യമല്ല. മനസ്സിലായി? കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ഡോസ് മതി, അര ടീസ്പൂൺ മതി. അതാണ് അതിൻ്റെ ഒരു നോർമൽ ഡോസ്. അതായത് 3 to 4 ഗ്രാംസ് അല്ലെങ്കിൽ ഒരു 3 to 4 ml 5 ml മാക്സിമം അത്രയും വേണ്ട ഒരു ഡോസ് കേട്ടോ. അപ്പോൾ അത് 2-3 പ്രാവശ്യം രോഗ തീവ്രതയ്ക്ക് അനുസരിച്ച് കൊടുക്കാം. പക്ഷേ ഇത് കഴിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലും പുളിച്ചേട്ടിലൊക്കെ ഉണ്ട് നിൽക്കുക. പിത്തം വർദ്ധിച്ചിട്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉഷ്ണവീര്യല്ലേ. അങ്ങനെ ആ നെഞ്ചരിച്ചിലും പുളിച്ചേട്ടിലൊക്കെ ഉള്ളവർ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചിനീര് കഴിച്ച് കഴിഞ്ഞാൽ അത് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഗതികളൊക്കെ നിങ്ങൾ ഈ പൊടിക്കൈകൾ നിങ്ങൾ സ്വയം ചികിത്സയായിട്ട് വീട്ടിൽ തനി ചെയ്യരുത്. ഒരു ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ രോഗാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ രോഗലക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരപ്രകൃതിയും ദോഷകോപവും രോഗതീവ്രതയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. ഡോക്ടേഴ്സിന് ഫീസ് കിട്ടുക എന്ന് മാത്രമാണെന്ന് അങ്ങനെ ഒരു ദുരുദ്ദേശമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചിലരൊക്കെ അതിന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഇതിന് കോംപ്ലിക്കേഷൻസ് വന്നാലോ തെറ്റായിട്ട് ഇനി അതല്ലെങ്കിൽ എന്ത് പറ്റും? ഇത് മതിയാവാത്തത്ര രോഗ തീവ്രത ഉണ്ട് നിൽക്കുക. അപ്പം നിങ്ങൾ വെറുതെ ഇഞ്ചിനീര് മാത്രം കഴിച്ചു, എന്നിട്ട് നിങ്ങൾ എന്താ പറയാന്നറിയോ? ആയുർവേദമൊക്കെ ചെയ്തു ഒരു കാര്യമില്ല എന്ന് പറയും. ഈ ഒരു ഇഞ്ചിനീര് മാത്രം കഴിച്ചിട്ട് ആയുർവേദം കാര്യമില്ല എന്ന് പറയാം. ആയുർവേദത്തിന് ഇതിനൊക്കെ ഈ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, ഗ്യാസ്ട്രൈറ്റിസ്, IBS അതുപോലെ ആമാശയത്തിനെ ആശ്രയിച്ചുണ്ടാകുന്ന ഒട്ടനവധി രോഗാവസ്ഥകൾക്ക് ഒട്ടനവധി ചികിത്സാ രീതികളുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം തന്നെ അഗ്നിബലാണ്, ഡൈജസ്റ്റീവ് പവറാണ്, ദഹനശക്തിയാണ്. അത് ആശ്രയിച്ചിരിക്കുന്ന ആമാശയത്തെയാണ്. ഈ ആമാശയത്തിൻ്റെ പ്രവർത്തനം, ജഠരാഗ്നിയുടെ പ്രവർത്തനം, ആ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യൂഹം കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മറ്റൊരു രോഗാവസ്ഥകളും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചിനീര് അങ്ങനെ ഉപയോഗിക്കും. നമ്മൾ ചുക്കും ചക്കരയും പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കഫക്കെട്ടൊക്കെ ഉണ്ട് നിൽക്കുക, ചുമ വരുന്നു, നെഞ്ചിൽ കഫക്കെട്ട് വരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന് മാറിയവർക്കൊക്കെ കുറുങ്ങലും കഫക്കെട്ടും നെഞ്ചിലൊരു ഭാരം കിതപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 3 ഐറ്റം വേണം. ഉണക്കമുന്തിരിയും ചുക്കും പനഞ്ചക്കരയും കൂടിയിട്ടേ ചക്കര, തെങ്ങിൻ ചക്കര ആയാലും മതി, അത് ഇടിച്ച് പൊടിച്ച് വെക്കുക. അതൊരു എയർടൈറ്റ് ജാറിൽ അടച്ചു വെച്ചിട്ട് അത് ദിവസേന രാവിലെ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡോസ്. ഇതൊരു 3 നേരം ഭക്ഷണത്തിന് മുമ്പ് 3-5 തവണ കഴിക്കുക ഒരു ദിവസം. മനസ്സിലായോ? അതിങ്ങനെ നാക്കിലിട്ട് നുണഞ്ഞ് അലിയിച്ചിറക്കണം. ചുക്ക്, ചക്കര, ഉണക്കമുന്തിരി ഇത് 3 കൂടി ഇടിച്ച് പൊടിച്ച് വയ്ക്കുക. മനസ്സിലായി? ഇടിച്ച് പൊടിക്കണം, എന്നാലേ നടക്കുള്ളൂ. മിക്സിയിലൊക്കെ അത്ര ശരിയാവുമെന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെ 3 നേരമോ 5 നേരമോ ഓരോ ഡോസ്, ഓരോ പിടി ഇങ്ങനെ കിട്ടുന്ന ഒരു ഡോസ് നാക്കിലിട്ട് അലിയിച്ചിറക്കുന്നത്. ആ കഫം അലിയിച്ചിറക്കുന്നത് തൊണ്ടയിൽ കഫ കിട്ടുക, ശിരസിൽ കഫ കിട്ടുക, നെഞ്ചിൽ കഫ കിട്ടുക. ഇനി ഇച്ചിരി ദഹനശക്തി കുറവുക, വിശപ്പ് കുറയുക, വായിൽ വെള്ളം തെളിയുക, അതുവഴി ചെറിയതായിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക. ഇത്തരം രോഗാവസ്ഥയിൽ ഇത് ഗുണപ്പെടും, പ്രത്യേകിച്ച് ചുമയ്ക്ക്. മനസ്സിലായോ? ഇനി ഇതിങ്ങനെ എക്കിട്ടൊക്കെ വരേണ്ടി നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചുക്കിൻ്റെ പൊടി തേനും കൂടെ ചാലിച്ചിട്ട് അതങ്ങോട്ട് നാക്കിൽ പുരട്ടി അലിയിച്ചിറക്കിയാൽ ഈ എക്കിട്ടം വരും. ഈ വായു കോപിച്ചിട്ടേ, വായു ആമാശയത്തിൽ കോപിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ എന്നിട്ട് എക്കിള് വരില്ലേ? ഈ അവസ്ഥയിൽ ചുക്ക് പൊടി തേനിൽ ചാലിച്ച് അങ്ങോട്ട് കഴിക്കുക. അത് പലവട്ടമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പറ്റും. അപ്പോൾ അത് നല്ലതാണ്. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് വയറ് വീർത്തു വരും, നിങ്ങൾക്ക് ദഹന സംബന്ധമായ പ്രശ്നമുണ്ട്, പക്ഷേ എന്നിട്ടും നിങ്ങൾ ഒരു ഓവർ ഈറ്റിംഗ്, നല്ല ഫ്രൈഡ് റൈസോ ബിരിയാണി ഉഴുന്നുവടയൊക്കെ കഴിച്ചു, വയറ് വീർത്തു വരുന്നു, ഗ്യാസ് ട്രബിളായി, അല്ലെങ്കിൽ ഇച്ചിരി ഉഴുന്നുവട കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂർക്കയും ഒക്കെ കഴിച്ചു, പരിപ്പ് കഴിച്ചു എന്ന് പറഞ്ഞാൽ വരുന്നില്ലേ? അപ്പോൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഇഞ്ചിനീര് എടുക്കുക വലിയവരാണെങ്കിൽ. അതിലേക്ക് ഒരു 2 നുള്ളു കായത്തിൻ്റെ പൊടി, കായം പൊടിയും ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ തേനും കൂടെ ചാലിച്ചിട്ട് അതങ്ങോട്ട് ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചാൽ ഗ്യാസൊക്കെ ഒന്ന് ഏമ്പക്കും കീഴുവായൊക്കെ പോയി കഴിഞ്ഞാൽ വയറൊക്കെ ചുരുങ്ങിയ ഒരു പ്രത്യേക ആശ്വാസമായിരിക്കും നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെയും പ്രയോഗിക്കാം. ഇഞ്ചിനീരും തേൻ വേണം, ഇഞ്ചിനീര് വേണം,
നമുക്ക് കായത്തിൻ്റെ പൊടി, കായം പൊടിച്ച പൊടി ഒരു 2 നുള്ള് അതും കൂടെ നന്നായിട്ട് ചാലിച്ച് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഭക്ഷണത്തിന് മുൻപ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇനി ഇഞ്ചിനീര് തനിയെ കഴിച്ചാലും വിരോധമൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ ഈ ചുക്കും ചക്കരയും പ്രസവത്തിന് മുമ്പ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് അഗ്നിക്ക് ദീപനുണ്ടാവാനാണ്. അപ്പോൾ ചുമ കഫക്കെട്ട് ഇത്തരം സംഗതികളിൽ ചുക്കും അവിടെ നമുക്ക് ഉണക്കമുന്തിരിയും കൂടി വേണം കേട്ടോ. ചുക്കും ഉണക്കമുന്തിരിയും ചക്കരയും കൂടി ഇടിച്ചത് പലവട്ടമായിട്ട് കഴിക്കാം. അതും കഫം ലയിപ്പിക്കുന്നതിനും മിക്കിട്ടത്തിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്. അപ്പോൾ അമൃതോത്തര കഷായത്തിലെ ഒരു പ്രധാന ചേരുവയാണ്. ഇതുപോലെ ഒട്ടനവധി ഔഷധ യോഗങ്ങളിൽ ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേദനകൾ വരികയാണ്, സന്ധിയിലൊക്കെ വേദന വരികയാണെങ്കിൽ വേറെ ഒന്നും കിട്ടിയില്ലേക്ക് കുറച്ച് ഇഞ്ചിനീര് അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് ആമവാദം കൊണ്ട് രക്തവാദം കൊണ്ട് ചുവന്ന് തടിച്ച് നീരൊക്കെ വന്നിരിക്കുന്നതിൽ പുരട്ടരുത്. ആമവാദം കൊണ്ട് ഇങ്ങനെ കല്ലിച്ച് നീരൊക്കെ വന്ന് കിടക്കാന്നല്ലേ, ഇഞ്ചി അരച്ചിട്ട് അങ്ങോട്ട് വെച്ച് കെട്ടി നോക്കി ആ ഒരു പൊള്ളലും ഈ വിക്സും ബാമൊക്കെ പെട്ടുമ്പോൾ ഈ ക്യാംഫറും കർപ്പൂരും പെട്രോളിയം ജെല്ലിക്കൊക്കെ പോയാൽ നമ്മുടെ വീട്ടിലുണ്ട് ഇതിൻ്റെ മരുന്ന്. അപ്പോൾ ഇച്ചിരി ഇഞ്ചി അങ്ങോട്ട് ചതച്ചരച്ചിട്ട് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഉഷ്ണം അങ്ങോട്ട് ചെല്ലണേ ആകിരണം ചെയ്യ ഉള്ളിലേക്ക്. അപ്പോൾ ആ വേദന നീർക്കെട്ട് അങ്ങോട്ട് കുറയുമ്പോൾ വേദന തൽക്കാലം ആശ്വാസം കിട്ടാനായിട്ട് അത് മതി. പിന്നെ ഇനി വേറെ ചെവി വേദനയൊക്കെ കലശലായിട്ട് വന്നു നിൽക്കുക. അപ്പോൾ ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ നീര് ഒന്ന് ചെറുങ്ങനെ ഒരു സ്പൂണിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. അത് തണുത്തതിന് ശേഷം അരിച്ചിട്ട് തണുത്തതിന് ശേഷം അതിലാരും ഒന്നും പാടില്ല കേട്ടോ. അത് അരിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം 2 തുള്ളി വീതം ചെവിയിൽ ഇട്ടിച്ച് നോക്കി ആ വേദന കുറയാനായിട്ട് സഹായിക്കും. ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഇത് മതി, മനസ്സിലായോ? ഇത്തരം പൊടിക്കൈകൾ നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാം. പക്ഷേ ഇതുകൊണ്ട് മാത്രം നിൽക്കരുത്. തൽക്കാലം 1 ഡോസോ 2 ഡോസോ പ്രയോഗിച്ചിട്ട് ശരിയാവണില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണാൻ സമീപിക്കാൻ മടിക്കരുത്. ആയുർവേദ ഡോക്ടേഴ്സിന് ഇതിൻ്റെ ഒട്ടനവധി പ്രയോഗങ്ങൾ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ദോഷപ്രകൃതിക്ക് അനുസരിച്ച് നിങ്ങൾക്കുള്ള മറ്റ് രോഗങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് പ്രയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനായിട്ട് ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഈ ചാനലിൽ പറയുന്ന ഈ വീഡിയോകളിൽ പറയുന്ന എല്ലാ ഔഷധയോഗങ്ങളും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പൊതുവെ ഔഷധങ്ങളൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് പൊതുവെ ദഹന തകരാറുള്ളവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വിശപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔഷധങ്ങൾ ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ചെറുങ്ങനെ നിങ്ങൾ നാക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് കോട്ടഡ് ആയിട്ട് കാണാം, ഒരു മഞ്ഞ നിറം കാണാം. ഡോക്ടറെ വായിൽ രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം തെളിഞ്ഞു വരും, കഫം തെളിഞ്ഞു വരും എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരോട് എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മുടെ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി അതിന് തുല്യ തൂക്കം ശർക്കരയും കൂടി നന്നായിട്ട് അരച്ചിട്ട് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കൊണ്ട് കഴിക്കാൻ പറയും. അതെന്തിനു വേണ്ടിയാ വെച്ചാൽ ഈ അഗ്നിദീപനം ഉണ്ടാവാനാ, ഡൈജസ്റ്റീവ് പവർ കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഔഷധങ്ങളും ആഹാരങ്ങളും നന്നായിട്ട് ദഹിച്ച് ശരീരത്തിൽ പിടിക്കും. പിന്നെ നിങ്ങൾ പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്ക ദഹന പ്രശ്നങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്. ആ ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് മറ്റ് ചിന്തകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ആ കഴിക്കുന്ന ആഹാരം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് ചവച്ചരച്ച് ഉമിനീരുമായിട്ട് കലർന്നിട്ട് ഇറക്കുക. അപ്പോൾ ഒരു ദഹന പ്രശ്നങ്ങളും മിക്കവാറും ഉണ്ടാവില്ല. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ തൽക്കാലം നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ നാളെ 3 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.